19-ാം നൂറ്റാണ്ടിലെ ലണ്ടൻ രോഗങ്ങളും മരണങ്ങളും നഗരത്തെ വിഴുങ്ങുന്ന കാലം. ടൈഫോയിഡ്, കോളറ പോലുള്ള പകർച്ചവ്യാധികൾ ദിവസേന നൂറുകണക്കിന് ജീവനുകൾ കവർന്നിരുന്നു. അന്നത്തെ വിശ്വാസം ഒന്നേയായിരുന്നു: വായുവിലെ ദുർഗന്ധമാണ് രോഗങ്ങൾക്ക് കാരണം എന്നത്. എന്നാൽ ഒരു ഡോക്ടർ അതിനെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജോൺ സ്നോ. ജോൺ സ്നോ രോഗങ്ങളെ ഭയപ്പെട്ടില്ല, പകരം അവയെ പഠിച്ചു. ആരാണ് മരിച്ചത്, എവിടെയാണ് താമസം, ഏത് വെള്ളമാണ് അവർ ഉപയോഗിച്ചത്, എല്ലാം അദ്ദേഹം സൂക്ഷ്മമായി രേഖപ്പെടുത്തി. ലണ്ടൻ നഗരം മുഴുവൻ മാപ്പിൽ അടയാളപ്പെടുത്തി. ഒരു സത്യം അദ്ദേഹം കണ്ടെത്തി: മരണങ്ങൾ കൂടുതലായി നടന്ന പ്രദേശങ്ങൾ എല്ലാം ഒരു പ്രത്യേക വെള്ളപ്പമ്പിനടുത്തായിരുന്നു. ബ്രോഡ് സ്ട്രീറ്റ് പമ്പ്. അവിടത്തെ വെള്ളം തന്നെയായിരുന്നു രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ കാരണം. അധികാരികൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. എങ്കിലും ജോൺ സ്നോ ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ പമ്പിന്റെ ഹാൻഡിൽ നീക്കം ചെയ്തു. അതോടെ അത്ഭുതകരമായൊരു മാറ്റം സംഭവിച്ചു. പുതിയ രോഗബാധകൾ കുറഞ്ഞു, മരണങ്ങൾ പതിയെ നിൽക്കാൻ തുടങ്ങി. അന്നത് വലിയ വാർത്തയായില്ല, പക്ഷേ ഇന്നത് ചരിത്രമാണ്. ജോൺ സ്നോ തെളിയിച്ചു: രോഗങ്ങൾ പടരുന്നത് വായുവിലൂടെയല്ല, മലിനജലത്തിലൂടെയാണെന്ന്. അങ്ങനെയാണ് ആധുനിക എപ്പിഡമിയോളജി പിറന്നത്. ഒരു മനുഷ്യന്റെ ചോദ്യചിന്ത ഒരു നഗരത്തെ രക്ഷിച്ചു. ഇതാണ് എപ്പിഡമിയോളജിയുടെ പിതാവ്, ഡോക്ടർ ജോൺ സ്നോ.